ലാസ്റ്റ് ഇയർ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ സീരീസ് ആണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഈ ഒരു സീരീസ് കണ്ടിട്ട് ഒരുപാട് ദിവസമായി, പക്ഷെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഒരുപാട് മൂവീസും സീരീസൊക്കെ കണ്ടു. ഇപ്പം ഇത് ഞാൻ അങ്ങ് മിസ് ചെയ്തു വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ സീരീസിലോട്ട് വരുവാണെങ്കിൽ, ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ആ ഒരു സ്ട്രേഞ്ചർ തിങ്സ് വൈബൊക്കെ അടിക്കുന്ന അതേ സെയിം എലമെന്റ്സ് ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാ എപ്പിസോഡും റിലീസ് ആയിട്ട് കാണാം. ആകെ 8 എപ്പിസോഡല്ലേ ഉള്ളൂ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന് കാണാന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. ഇറ്റ് 1 and 2 എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവീസ് കൂടിയാണ്. സോ എന്നിട്ട് ആ ഒരു 8 എപ്പിസോഡ് റിലീസ് ആയിട്ട് ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത ഒരു സീരീസ് ആണ്. കണ്ടു കഴിഞ്ഞപ്പോ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു കിടിലം ഹൊറർ സീരീസ് ആയിരുന്നു. ആദ്യത്തെ ഒരു 4 എപ്പിസോഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് കുറച്ച് നോർമൽ പരിപാടിയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹൊറർ എലമെന്റ്സും, ചെറുതൊന്നും അല്ല, കുറച്ച് ഹോണ്ട് ചെയ്യണ കുറെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ അങ്ങ് പോവും. പക്ഷെ 4ാമത്തെ എപ്പിസോഡിൽ അണ്ണന്റെ ഒരു വരവുണ്ട്. അണ്ണൻ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, പെന്നി വൈസ് ആശാന്റെ ഒരു വരവുണ്ട്. അതുവരെ അളിയൻ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറെ പേര് മാസ് ഡയലോഗ് അടിക്കും, പക്ഷെ ഹീറോയുടെ എൻട്രി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇവിടെ വില്ലനാണ്. എല്ലാവരും ഇങ്ങനെ പറയും ഇവിടെ ഒരാളുണ്ട്, ഇന്ന പല പല ഇവന്റ്സും പരിപാടിയൊക്കെ നടക്കുമെങ്കിൽ ആൾ നമ്മൾ കാണത്തില്ല. പക്ഷെ 4ാമത്തെ എപ്പിസോഡിൽ ആളിയന്റെ ഒരു വരവുണ്ട്. അവിടെ നിന്ന് പിന്നീട് ആ ഒരു ഫൈനൽ എപ്പിസോഡ് വരെ വേറെ ലെവലായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഓരോ എപ്പിസോഡും ഓരോ സീക്വൻസും വൻ പൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്ര കിടലിട്ടാണ് അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു പെന്നി വൈസ് എന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ഈവിൽ ക്യാരക്ടറിന്റെ ഒറിജിൻ എവിടെന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അതിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് ആണ് ഈ സീരീസ് സംസാരിക്കുന്നത്. നമ്മളിപ്പം ഇറ്റ് എന്ന മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു മൂവിയിൽ പെന്നി വൈസും ആ ഒരു സിറ്റുവേഷനും ഡെറി എന്ന ടൗണിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് 2 എന്ന് പറയുന്നത് 27 ഇയേഴ്സിന് ശേഷമാണ്. അതായത് ആ ഒരു പെന്നി വൈസ് എന്ന് പറയുന്ന ആ ഒരു ഈവിൽ ക്യാരക്ടർ ഉറങ്ങാൻ പോകുന്നത് 27 വർഷമാണ്. സോ ഓരോ 27 വർഷത്തിന് ശേഷം പുള്ളിക്കാരൻ വരത്തുള്ളൂ. സോ ഇറ്റ് 1ഉം ഇറ്റ് 2ഉം ആ ഒരു 27 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഈ ഒരു സീരീസിലോട്ട് വരുമ്പോൾ 27 വർഷത്തിന് മുമ്പ്, അതായത് ഇറ്റ് 1 എന്ന മൂവിയുടെ 27 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. ഈ ഒരു സീരീസിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1960s ആണ്. സീരീസ് സംസാരിക്കുന്ന മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അന്ന് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തത്, അന്നത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ ശരിക്കും അതിന്റെ ബാക്ക് സ്റ്റോറി, ആ ഒരു പെന്നി വൈസ് എന്ന ക്യാരക്ടർ വന്നത് എവിടെ നിന്നാണ്, എന്താണ് ആ ഒരു തുടക്കകാലത്ത് ആ ഒരു ഈവിൽ ക്യാരക്ടറിനെ ആൾക്കാർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സീരീസ് സംസാരിച്ച് പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്കൊരു സ്ട്രേഞ്ചർ തിങ്സ് വൈബ് പല ഏരിയാസിലും വന്നത്. കാരണം അതുപോലെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് വരുന്നത്. സ്റ്റാർട്ടിംഗ് എപ്പിസോഡൊക്കെ പക്ക സ്ട്രേഞ്ചർ തിങ്സ് പോലെയാണ്. സ്റ്റാർട്ടിംഗ് എപ്പിസോഡ് കാണിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഓക്കെ ഇവരായിരിക്കും മെയിൻ എന്ന്, പക്ഷെ അവരല്ല മെയിൻ. അവരൊക്കെ അപ്പൊ തന്നെ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറെ ആൾക്കാരും കുറെ ഇവന്റ്സും കുറെ സീക്വൻസ് ഒക്കെ വരും. ഞാൻ അധികം അതിലോട്ട് പോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതുവരെയും കാണാത്തവരാണെങ്കിൽ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതുവരെയും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആണ്. നല്ല ഒരുപാട് കിഡിലെ ഹൊറർ എലമെന്റ്സ് ഉണ്ട്. കുറച്ച് ഹോണ്ടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും പോകാത്ത കുറച്ച് സീക്വൻസ് ഉണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു തിയേറ്ററിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ആ ഒരു എപ്പിസോഡ് ഒരു തിയേറ്ററിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമുണ്ട്. പിന്നീട് ഒരു ക്യാരക്ടർ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, പിന്നീട് ഒരു പയ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ അവന്റെ തൊട്ടടുത്തുള്ള ലാബ്, ഇങ്ങനെ ഒരുപാട് സീക്വൻസ് ഉണ്ട്. നല്ലൊരു കിഡിലെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്ന ഈ ഒരു സീരീസ്. ആ ഒരു ഹോണ്ട് ചെയ്യുന്ന സീക്വൻസ് ആയാലും ശരി, ആ ഒരു ഹൊറർ എലമെന്റ്സ് ആയാലും, ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും, ഓരോ എപ്പിസോഡ്സിന്റെ ഒരു ക്ലിഫ് ഹാങ്ങേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ആ ഒരു എൻറ്റയർ സീരീസിനെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എല്ലാ എപ്പിസോഡും വന്നിട്ട് ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഒരു വൈബിലോട്ട് പോയത്. കണ്ടു കഴിഞ്ഞപ്പോൾ അത് വേറൊരു ലീഗായിരുന്നു. എസ്പെഷ്യലി ഫൈനൽ എപ്പിസോഡ് മോനെ അതൊരു കിഡിലായിട്ട് ആയിരുന്നു കേട്ടോ. ആൻഡ് അതുപോലെ തന്നെയാണ് ആ ഒരു ഈവിൽ ക്യാരക്ടറുടെ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. അവിടുത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ സ്റ്റോറി ടെല്ലിങ്ങും ഓരോ സിറ്റുവേഷൻസും അവിടുത്തെ ഇവന്റ്സും എല്ലാം, ആ ഒരു ബാക്ക് സ്റ്റോറി നല്ല കിഡിലായിട്ട് ഭയങ്കര ഗ്രിപ്പായിരുന്നു അത് കാണാനായിട്ട്. ആ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ സീരീസിന്റെ ഒരു ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് എന്താണ്, ഇനി എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇറ്റ് എന്ന ആ ഒരു 2 മൂവീസിന് മുമ്പ് അല്ലെങ്കിൽ ആ 27 വർഷത്തിന് ശേഷം എന്താണ് ശരിക്കും നടന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവിയായിട്ട് കുറച്ച് ക്രോസ് ഓവേഴ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട്. പല ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെയും പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീരീസിൽ ഒരുപാട് കിടിലം ക്രോസ് ഓവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സീരീസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് അങ്ങ് പോകും തോറും ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഇവന്റ്സ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ പല പല ക്രോസ് ഓവേഴ്സ് കണക്ട് ചെയ്തത്. കാരണം ഈ ഒരു സ്റ്റോറിയുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് സ്റ്റീഫൻ കിങ് ആണ്. സോ മൂപ്പരുടെ തന്നെ ആയിട്ടുള്ള മറ്റുള്ള സ്റ്റോറീസിന്റെ ഒക്കെ ക്രോസ് ഓവേഴ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇറ്റ് വെൽക്കം ടു ഡെറിയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരുടെ പേര് ഡിക് ഹാലർ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ നമ്മൾ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നതും സ്റ്റീഫൻ കിങ് തന്നെയാണ്. ഷൈനിങ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള, വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഹൊറർ മൂവി. കാണാത്ത ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു സ്റ്റോറിയിൽ ആ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ഡിക് ഹാലർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അവിടെ എങ്ങനെ എത്തി, എന്താണ് പുള്ളിക്കാരന്റെ ബാക്ക് സ്റ്റോറി, അതൊക്കെ ഈ ഒരു സീരീസിൽ പറഞ്ഞു വന്നുണ്ട്. എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് അങ്ങോട്ട് പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കത്തുന്നത്, ഓ മാൻ ആ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് പല ഇവന്റ്സും ഇത് പറയുന്നതൊക്കെ സ്റ്റീഫൻ കിങ്ങിന്റെ ആയിട്ടുള്ള പല നോവൽസിന്റെയും പല സ്റ്റോറീസിന്റെ ഒക്കെ ക്രോസ് ഓവർ ആയിരുന്നുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല,
നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അങ്ങനത്തെ ഒരു കിടിലൻ ക്രോസ് ഓവേഴ്സ് ഒക്കെ പല ഏരിയസിലും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു എൻ്റെ ഒരു സീരീസ് ആയാലും ഒരു കിടിലൻ പ്രസന്റേഷൻ ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. സീരീസിൽ എടുത്തു പറയട്ടെങ്കിൽ ഭയങ്കര കിടിലായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു എക്സിക്യൂഷൻ ഒക്കെ ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു പെന്നി വൈസ് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു പോക്കാണ് സീരീസ്. അതുവരെ ആ ഒരു ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് വരെ ഒരു നോർമൽ ഗ്രാഫായിട്ട് ഒരു നോർമൽ ഹൊറർ സീരീസ് എങ്ങനെയാണോ അതുപോലെ കുറച്ച് കാര്യങ്ങളും ഇവൻസ് ഒക്കെ പറഞ്ഞു. പിന്നീട് മൂപ്പര് വന്നിങ്ങനെ നിൽക്കും. പിന്നീട് അവസാനം വരെ പെനി വൈസ് ഷോ ആ ലെവലാണ് പോയിരിക്കുന്നത്. അവസാനത്തെ എപ്പിസോഡ് എസ്പെഷ്യലി കിഡിലോ എന്നൊക്കെ പറഞ്ഞ ഒരു കിഡിൽ ഐറ്റം ആയിരുന്നു. സോ എന്നാലും എല്ലാവരും കണ്ടു നോക്കുക. ഒരു അടിപൊളി സ്റ്റോറി, അടിപൊളി പ്രസന്റേഷൻ ഒക്കെ ഉള്ള ഒരു കിഡിലൻ സീരീസ് ആണ്. ആൻഡ് ഹൊറർ സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രസന്റേഷൻ അല്ല, കുറച്ച് വയലൻസ് കൂടുതലാണ്. എസ്പെഷ്യലി പെനി വൈസ് വന്നതിന് ശേഷമൊക്കെ ഭയങ്കര വയലൻസ് ആണ്. കൊച്ചുകുട്ടികളാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ പാവമാണെന്നും പെനി വൈസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നോക്കാറില്ല. അങ്ങനത്തെ ലെവൽ ഓഫ് ഐറ്റംസ് വരുന്നുണ്ട്. അത് പെന്നി വൈസ് മാത്രമല്ല, പല പല ഇവന്റ്സിൽ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നു പോകുന്ന പല കാര്യങ്ങളും വൻ ബ്ലഡ് ബാത്ത് ആയിട്ടുള്ള സീക്വൻസ് ആണ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. സോ എന്നാലും കണ്ടു നോക്കുക. ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ കണ്ടു നോക്കുക. ആകെ 8 എപ്പിസോഡുള്ളൂ. ഓൾറെഡി ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.